ഭാര്യയോടുള്ള വൈരാഗ്യത്തിൽ ഭർത്താവ് കാട്ടിയ ക്രൂരതയാണിത്. മദ്യപിച്ചെത്തുന്ന വിഷ്ണു ആതിരയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു. മർദ്ദനം സഹിക്കവയ്യാതെ ആതിര എരൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് ഇടപെട്ട് വിഷ്ണുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആതിരയ്ക്ക് സംരക്ഷണമൊരുക്കി. അതിന്റെ വൈരാഗ്യത്തിലായിരുന്നു അക്രമം. ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒഴിച്ചാനകത്ത് നേരെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കത്തിച്ചിട്ട് പിടിക്കും. ഇത് ഇത്രയും അവൻ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യത്തില്ലെന്ന്. എന്നിട്ട് അവൻ ഇവിടെ പരസ്യമായിട്ടാണ് അവൻ പറഞ്ഞിട്ടാ പോയത്. ഇത്രയും നശിപ്പിച്ച് ആ വണ്ടി നശിപ്പിച്ച് അവളെ നശിപ്പിച്ച് എന്റെ അപ്പുറത്തെ വീടും കത്തിച്ചിട്ടേ അവൻ ഈ ഏരിയ വിട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് പെട്രോളുമായി എത്തിയ വിഷ്ണു ആതിരയുടെ മുത്തശ്ശിയുടെ വീട് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. നാട്ടുകാർ ഇടപെട്ട് ഇയാളെ മടക്കി അയച്ചു. അതിനുശേഷം രാത്രി 1 മണിയോടെ ആതിരയുടെ വീട്ടിലെത്തിയ വിഷ്ണു വീടിന് നേരെ പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. അതിനകത്ത് ഒഴിച്ചിട്ടാ അകത്താ കത്തിച്ചത്. പൊട്ടല് കേട്ടോണ്ടാ ഞാൻ ഉണർന്നപ്പോഴത്തേന് കത്തിച്ചാറ്. പിന്നെ എല്ലാരും ഓടിക്കൂടി മൂത്ത മോൻ അപ്പുറത്തായിരുന്നു. അവനെയും പോയി വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് എല്ലാം തറയിലായി. രാത്രികാലങ്ങളിൽ ആതിരയും 9 വയസ്സുള്ള മകളും തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലായിരുന്നു അന്തി ഉറങ്ങിയിരുന്നത്. അതിനാൽ അക്രമം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വൻ അത്യാഹിതം ഒഴിവായത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ വിഷ്ണുവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. വിഷ്ണുവിന്റെ ആക്രമണം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സുരക്ഷയൊരുക്കണമെന്നും ആതിര ആവശ്യപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.